ഒരു ചോദ്യമാണ്. ഇതിനു മുമ്പ് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ? അതെങ്ങനെയാണ് യൂസ് ചെയ്യുക? Did you come here before? ഡിഡ് യു കം ഹിയർ ബിഫോർ എന്നാ പറഞ്ഞിട്ടുള്ളത്. യു Have you been here before? ഹാവ് യു ബീൻ ഹിയർ ബിഫോർ. ഇതിലേതാ ശരി? ഇതിലൊന്ന് മാത്രം ശരി. നിങ്ങൾ വായിക്കുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടോ എങ്ങനെ പറയാം? യെസ്, താങ്ക്സ്. അത് പറയേണ്ടത് ഹാവ് യു ബീൻ ആണ്. ഹാവ് യു ബീൻ ഹിയർ ബിഫോർ. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഹാവ് യു ബീൻ ഹിയർ ബിഫോർ. അപ്പൊ ഡിഡ് യു കം ഹിയർ ബിഫോർ എന്ന് എന്താ തെറ്റെന്ന് പറയുമോ? അതെന്താ സംബന്ധിച്ച് നമ്മൾ ഈ ഡിഡ് എല്ലാം വെക്കുമ്പോൾ സമയത്തെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും അതിൽ വേണം. അപ്പൊ ഡിഡ് യു കം ഹിയർ യെസ്റ്റർഡേ, ഇന്നലെ നീ ഇവിടെ വന്നിരുന്നു എന്ന് പറയാം. പക്ഷെ നമ്മളൊരു ലൈഫ് എക്സ്പീരിയൻസ് ഇതിനു മുമ്പ് നീ ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ ഹാവ് വെച്ചിട്ട് ഹാവ് യു ബീൻ ഹിയർ ബിഫോർ. ഓക്കെ, ഹാവ് യു ബീൻ ഹിയർ ബിഫോർ ശരിക്കും സേവ് വെച്ചോ. ഇനി ഞാൻ വന്നിട്ടുണ്ടെന്നാണെങ്കിലോ ഹാവ് യു ബീൻ ഹിയർ ബിഫോർ. ഞാൻ വന്നിട്ടുണ്ടെന്നാണെങ്കിൽ യെസ് യെസ് ഐ ഹാവ് എന്ന് പറയാം. ഇല്ലെങ്കിൽ Yes, I didn't. നോ നോ ഐ didn't. നോ ഐ ഹാവൻറ്റ്. നോ ഐ ഹാവൻറ്റ്. ഓക്കെ, ഇനി ഇതെന്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണെന്ന് ഞാൻ പറയാം. Yes, it's one of my favorite places. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസസ്. കണ്ടോ? അപ്പൊ ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് കോമെന്റ് ചെയ്യണം. അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ഇതൊക്കെ നമ്മുടെ ഡേ ടു ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അല്ലേ? അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കൊക്കെ ഇംഗ്ലീഷ് പഠിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓൺലൈനാണ്, നിങ്ങൾ ഫ്രീ സമയത്ത് പഠിക്കാം. വളരെ ചെറിയ ഫീ ആണ്. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നമ്മുടെ ലാംഗ്വേജ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. റിസൾട്ട് ഉറപ്പാണ്. ഇല്ലെങ്കിൽ റീഫണ്ട് പോളിസി ഉണ്ട്. ധൈര്യം അഡ്മിഷൻ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. Bye.